So, last class we are discussing about architecture of digital manufacturing system, right? Architecture. So, architecture model, operation reference model, architecture model, architecture of digital manufacturing system. Otherwise, we can call it as architecture model, like theory system, operation mode, and architecture mode of digital manufacturing system. This is architecture mode of digital manufacturing system. So, എന്തിനാണ് ആർക്കിടെക്ചർ മോഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ആർക്കിടെക്ചർ മോഡ് ഓഫ് digital manufacturing system includes the basic theories of digital manufacturing science, key technology, network and application field of digital manufacturing and others. Okay. സോ ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഞങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഓക്കെ. സോ the architecture of digital manufacturing system is built upon the basic theory of digital manufacturing science. Okay, so these basic theories include system modeling theory, a system architecture model, discipline basics theories and others. അതാണ് നിങ്ങൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നതല്ലേ, ബേസിക് തിയറീസ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, യു ക്യാൻ സീ ദാറ്റ്, റൈറ്റ്? കാണുന്നില്ലേ? അതാണ് ഈ റെഫറൻസ്. ഓക്കെ 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 റൈറ്റ്. അപ്പം നമ്മൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ സയൻസിൽ ഒരു ആർക്കിടെക്ചർ മോഡൽ കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൂഡിങ് എ റീസണബിൾ ഓർഗനൈസേഷൻ മോഡൽ, ഓപ്പറേഷൻ മോഡലൊക്കെ വേണം എന്നുള്ളതാണ് അല്ലേ. സോ വൈ വി നീഡ് ദാറ്റ്? ബിക്കോസ് ഓപ്പറേഷൻ സ്ട്രക്ചർ അല്ലേ ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി, ഓപ്പൺ ടൈപ്പ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റിംഗ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ. സോ ദാറ്റ് വി നീഡ് എ ആർക്കിടെക്ചർ മോഡൽ. ഓക്കെ, so this architecture of digital manufacturing system is built upon this some basic theory of digital manufacturing science. So that is represented over here. Okay, the first one, your tab. So basic theory of digital manufacturing science, such as system modeling theory, system architecture model, basic discipline theory. Okay, so the modeling theory of digital manufacturing system is a scientific method actually, okay, of systematic analysis and synthesis. Okay, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസും അതിനെയാണ് ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് അനാലിസിസ്, അതിനെയാണ് നമ്മൾ മോഡലിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സിസ്റ്റം architecture model establishes the basic architecture of the entire system. ഒരു ബേസിക് ആർക്കിടെക്ചർ, ഒരു എൻറ്റയർ സിസ്റ്റത്തിന്റെ ബേസിക് ആർക്കിടെക്ചർ ആണ് സിസ്റ്റം ആർക്കിടെക്ചർ മോഡൽ തരുന്നത്. സിസ്റ്റം മോഡലിംഗ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡിനെയാണ് സിസ്റ്റം മോഡലിംഗ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സിസ്റ്റം ആർക്കിടെക്ചർ മോഡൽ defines the basic research objects and content of the digital manufacturing system. Okay, and then it establishes the basic organization structure, the function structure, operation and control structures, etc. Okay, in basic discipline theory എന്ന് ഉദ്ദേശിക്കുന്നത്, these theories provide some methods or theories for the correct realization of the entire system. അതായത് കറക്റ്റായിട്ട് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ആയിരുന്നോ എന്ന് എൻഷുർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സം ഓഫ് ദ മെത്തേഡ്സ് നമ്മുടെ ബേസിക് ഡിസിപ്ലിൻ തിയറീസിലൂടെ പ്രൊവൈഡ് സം തിയറീസ് ആൻഡ് മെത്തേഡ്സ് ഫോർ എൻഷുറിങ് ഇറ്റ്സ് സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ഈ മൂന്നെണ്ണം അങ്ങനെയാണ് വരുന്നത് ബേസിക് തിയറി ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസസ്. ഓക്കെ, ഇനി ഈ പറയുന്ന ബേസിക് തിയറി ഇല്ലേ, ഓക്കെ, ഓൺ അബൌട്ട് ദിസ് ബേസിക് തിയറി, ഓക്കെ, ഒരു റീസണബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് സിസ്റ്റം can be constructed, okay, about by this basic theory.
Okay, on the basis of these theories. Okay, അപ്പം പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കീ ടെക്നോളജീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അബൌട്ട് ദ കീ ടെക്നോളജീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കീ ടെക്നോളജീസ്? നിങ്ങൾക്ക് മേലെ കാണാം പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ടെക്നോളജി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ടെക്നോളജി. ഓക്കെ, അപ്പം അതെന്താ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ ടെക്നോളജീനെ ടു ഡിസ്ക്രൈബ് ദ പ്രോഡക്റ്റ് ഇൻഫോർമേഷൻ. ഓക്കെ, ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ടെക്നോളജി ഫസ്റ്റ് ടെക്നോളജി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഫിഗറിൽ കാണാൻ പറ്റുന്നില്ലേ? അപ്പം നമ്മളൊരു ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഹാവ് ടു ഡിസ്ക്രൈബ് സം പ്രോഡക്റ്റ് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ടെക്നോളജി. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ് എക്സ്പ്രഷൻ ആൻഡ് കൺട്രോൾ ടെക്നോളജി. ഓക്കെ, ആക്ച്വലി ദിസ് ഇൻക്ലൂഡ്സ് എങ്ങനെ നമ്മൾ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സെർട്ടൈൻ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ് എക്സ്പ്രഷൻ ആൻഡ് കൺട്രോൾ എന്നാണ് എൻ്റെ പേര്. അപ്പം സോ സെർട്ടൈൻ ഓർ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രോസസ്, മാനുഫാക്ചറിങ് പ്രോസസ്, ഹൗ വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ആൻഡ് ഹൗ വി ക്യാൻ കൺട്രോൾ ദാറ്റ് എന്നുള്ളതാണ് മാനുഫാക്ചറിങ് പ്രോസസ് എക്സ്പ്രഷൻ ആൻഡ് കൺട്രോൾ ടെക്നോളജി പറയുന്നത്. ഓക്കെ, നൗ ദെൻ മാനുഫാക്ചറിങ് ഡാറ്റ അക്വിസിഷൻ അല്ലെ. അതായത് നമ്മളെ സ്റ്റോറേജ്, പ്രോസസ്സിങ്, ഒരു മാനുഫാക്ചറിങ് നോളജിന്റെ സ്റ്റോറേജ്, പ്രോസസ്സിങ്, ആപ്ലിക്കേഷൻ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് അക്വിസിഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി അല്ലെ. നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് നമ്മുടെ ഡിസൈൻ ഇല്ലേ, ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ഈ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്യാരണ്ടി തരുന്ന ഒരു സംഭവമാണ് നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി. സോ ഇതൊക്കെ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് key technologies used in this digital manufacturing system. Okay, ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആർക്കിടെക്ചർ മോഡലിലെ കീ ടെക്നോളജീസ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഓക്കെ, സോ ദ എഞ്ചിനീയറിംഗ് ഡാറ്റാബേസ് ടെക്നോളജി. ഓക്കെ, അതായത് ഡാറ്റ സ്റ്റോറേജിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റിൽ നിന്നുള്ള പ്രോബ്ലംസ്, കൺസേൺഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് ഡാറ്റാ ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ വെർച്വൽ സിമുലേഷൻ ടെക്നോളജി. ഓക്കെ, വെർച്വൽ ആയിട്ടുള്ള ഡിസൈൻസ്, മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ പ്രോട്ടോടൈപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അങ്ങനത്തെ ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വെർച്വൽ സിമുലേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ഇസ് ദാറ്റ് മെറ്റാഡാറ്റ. ഓക്കെ, മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ അബൌട്ട് ഡാറ്റ എന്നാ പറയാം. മെറ്റാഡാറ്റ ഇസ് ദ ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ബൈ വിച്ച് can say like purpose അല്ലെങ്കിൽ യൂസേജ് ഓഫ് ദ ഡാറ്റ ബിക്കംസ് അണ്ടർസ്റ്റാൻഡബിൾ. അതിനാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ കീ ടെക്നോളജീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആർക്കിടെക്ചറിന്റെ, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഒരു ആർക്കിടെക്ചർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു മോഡലാണ് നിങ്ങളുടെ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്താണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബൈ യൂസിങ് സം ബേസിക് തിയറീസ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്, അതാണ് നിങ്ങളുടെ ബോട്ടം ലൈനിൽ നിങ്ങൾ കാണുന്ന കുറെ തിയറീസ് അല്ലെ. സിസ്റ്റം മോഡലിംഗ് തിയറി, സിസ്റ്റം ആർക്കിടെക്ചർ മോഡൽ അല്ലെങ്കിൽ ബേസിക് ഡിസിപ്ലിൻ തിയറിയാണ്. ഈ മോഡലിംഗ് തിയറി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഫോർ സിസ്റ്റമാറ്റിക് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ സിസ്റ്റം മോഡലിംഗ് തിയറി എന്നൊക്കെ പറയുന്നത്. സിസ്റ്റം ആർക്കിടെക്ചർ മോഡൽ എന്നൊക്കെ പറയുന്നത് ദ ബേസിക് ആർക്കിടെക്ചർ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. അതാണ് നമ്മൾ ഒരു ടോട്ടൽ സിസ്റ്റം ആർക്കിടെക്ചർ മോഡൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ സബ്ജക്റ്റിന്റെ
ബേസിക് ആർക്കിടെക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഡിഫൈൻസ് ദ റിസർച്ച് ഒബ്ജക്റ്റ് കണ്ടന്റ്. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ബേസിക് റിസർച്ച് ഒബ്ജക്റ്റും കണ്ടന്റും ഡിഫൈൻ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചർ മോഡൽ തിയറീസ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് സം ഡിസിപ്ലിനറി തിയറീസ് ആർ there for ensuring the implementation of such things. ഓക്കെ, ഒരു ടോട്ടൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ഉള്ള രീതിയിൽ ഡിസിപ്ലിൻ തിയറി എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, സോ by using these above theories ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് application system can be constructed, and the key technologies for this particular digital manufacturing system include this much of key technologies like product description, manufacturing process expression, manufacturing data acquisition, network and grid technology, engineering database, virtual simulation technology, metadata. Okay, right? Okay. Okay. Now the thing is, ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ടെക്നോളജി അല്ലെ, ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഡീറ്റെയിൽ ടെക്നോളജി ടു ഡിസ്ക്രൈബ് പ്രൊഡക്ഷൻ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ദിസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്രഷൻ നോംസ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു ഡിജിറ്റൽ ടെക്നോളജീൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഫേഴ്സ് ടു യൂസ് ഓഫ് ഡീറ്റെയിൽ ടെക്നോളജി ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ഡിജിറ്റലി നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഡിസ്ക്രിപ്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ് എക്സ്പ്രഷൻ ആൻഡ് കൺട്രോൾ ടെക്നോളജി അല്ലെ, ഇൻക്ലൂഡ്സ് ഹൗ ടു എക്സ്പ്രസ് ആൻഡ് കൺട്രോൾ വേരിയസ് സർട്ടൈൻ അൺസർട്ടൈനോ അല്ലെങ്കിൽ സർട്ടൈനോ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് കൺട്രോൾ ചെയ്യുന്നു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ടെക്നോളജീസ് വരുന്നത്. The third one is that key technology is that manufacturing data acquisition. ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറേജ് അല്ലെ, പ്രോസസ്സിങ്ങും ഇൻക്ലൂഡിങ് ദ അക്വിസിഷൻ, എക്സ്പ്രഷൻ, സ്റ്റോറേജ്, പ്രോസസ്സിങ് അല്ലെ, ബാക്കിയുള്ള കാര്യങ്ങൾ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ് നോളജ്. നെറ്റ്വർക്ക് ഗ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ഓക്കെ, ദിസ് ഇസ് റെഫർ ടു ദ നെറ്റ്വർക്ക് സപ്പോർട്ട് ടെക്നോളജി. ഓക്കെ, നെറ്റ്വർക്ക് സപ്പോർട്ട് ടെക്നോളജി എന്ന് പറയുന്നത് പറയാം, അതാണ് വീട് മാറുന്നത്. ഓക്കെ, റെഫേഴ്സ് ടു ദ നെറ്റ്വർക്ക് സപ്പോർട്ട് ടെക്നോളജി വിച്ച് ഗ്യാരണ്ടീസ് ദ കൊളാബറേറ്റീവ് ഡിസൈൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സിസ്റ്റം ഇൻ റിമോട്ട് ഹെറ്ററോജീനിയസ് എൻവയോൺമെന്റ്. അതായത് നമ്മൾ നെറ്റ്വർക്ക് സപ്പോർട്ട് ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്, which will guarantee the collaborative design and production of the system. Entire സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു റിമോട്ട് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഉള്ള ടോട്ടൽ സിസ്റ്റത്തിന്റെ collaborative design and production of the system by using this network support technology. Okay, so network support technology ആണ് ഗ്യാരണ്ടി നമ്മളെ collaborative design and production of system. Okay, and among them ഈ ഗ്രിഡ് ടെക്നോളജി എന്നുള്ളത് which applies and develops network technology. Okay, guarantees the independence of network resource and sharing of application efficient and safe. അതായത് കറക്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് നെറ്റ്വർക്ക് റിസോഴ്സസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ, റിസോഴ്സ് നെറ്റ്വർക്ക് റിസോഴ്സ്, ഷെയറിങ് ഓഫ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ വളരെ എഫിഷ്യൻറ്റും സേഫ് വേ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് നമ്മൾ നെറ്റ്വർക്ക് ഗ്രിഡ് ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ്, അതായത് ഇന്ററായിട്ടുള്ള വേറെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ സേഫ് അല്ലാത്ത നെറ്റ്വർക്ക് ഡെവലപ്മെന്റോ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, നെറ്റ്വർക്ക് ആൻഡ് ഗ്രിഡ് ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഡാറ്റാബേസ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ there are many problems അല്ലെ concerning data storage and management, but there is so far no suitable database technology to meet corresponding requirement. So engineering database technology എന്ന് ഉദ്ദേശിക്കുന്നത് it aims to solve the problems. Okay, it aims to solve the problems concerning data storage. So virtual and simulation technologies include virtual design,
മാനുഫാക്ചറിങ് പ്രോസസ് സിമുലേഷൻ ഡാറ്റ ഡീറ്റെയിൽ പ്രോട്ടോടൈപ്പിംഗ് നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് മെറ്റാഡാറ്റ ഞാൻ പറഞ്ഞു. മെറ്റാഡാറ്റ ഇസ് ഡാറ്റ അബൌട്ട് ഡാറ്റ, ഓക്കെ, ബൈ വിച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ നെയിം, പർപ്പസ് ആൻഡ് യൂസേജ് ഓഫ് ഡാറ്റ. കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് അതിൻ്റെ നെയിമിലും പർപ്പസിലുമായിട്ട് നമുക്ക് യൂസേജ് ഓഫ് ഡാറ്റ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്നുള്ളതിനാണ് ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ DM സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ മോഡൽ ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, സോ ഓപ്പറേഷൻ ആൻഡ് ആർക്കിടെക്ചർ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇത്രയാണ് പറയുന്നത്. ഓക്കെ, so likewise digital manufacturing system can be implemented for different network technologies, including internet technology, network and digitalization technologies. Okay, so ഇത് റിയലൈസേഷൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് എന്റർപ്രൈസസ്, ഡീറ്റെയിൽ പ്രൊഡക്റ്റ് ആ ഒരു രീതിയിലാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് DM സിസ്റ്റം ഈസ് അപ്ലൈഡ് ഇൻ എ wide array of industries. Okay, wide array of industries like electronics, skill industry, energy, chemical, light, national defense. Okay, like that. So it is used in a variety of manufacturing applications. Okay, manufacturing and some application platforms. Okay, ഇതാണ് ഒരു ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ മോഡലും ഓപ്പറേഷൻ പ്രോസസ് മോഡൽ. ഇത്ര വരെ ഓക്കെ അല്ലേ? എനി ഡൗട്ട്സ്? തിയറിയാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കണം. ഇതിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു മോഡലാണ്. അതായത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ആർക്കിടെക്ട് മോഡലാണ്. ഓക്കെ, ആർക്കിടെക്ചർ മോഡൽ. ഓക്കെ, ഓക്കെ, അത് ഇതിപ്പോ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഒരു സ്കീമാറ്റിക് ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഉള്ളിൽ. അതായത് ഒരു ഡീറ്റെയിൽ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ മോഡൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു, അതിൻ്റെ ഒരു നമ്മൾ ആദ്യം ബേസിക് തിയറീസ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സയൻസിനെ പറ്റി പറഞ്ഞു, ദെൻ കീ ടെക്നോളജീസിനെ പറ്റി പറഞ്ഞു, അത് അപ്ലൈ ചെയ്യുന്ന നെറ്റ്വർക്ക് അല്ലെ ഏതൊക്കെയാന്ന് പറഞ്ഞു, ദെൻ ഹൗ widely these are used in application field, right? അതും പറഞ്ഞു. അപ്പൊ അതിനെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയത് മാത്രം. ഓക്കെ, that's it. ഇത്രയാണ് നമ്മള്. നെക്സ്റ്റ് വൺ വിൽ ഗോ ടു മോഡലിംഗ് തിയറി. ഓക്കെ, നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് ഓർമ്മയില്ല എല്ലാവർക്കും? സ്റ്റെപ്പ് അല്ലെ, ടോട്ടൽ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ്. അപ്പൊ ഇതിൽ റിസർച്ച് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റമാണ്. കണ്ടന്റ്സ് ആർ സം ബേസിക് തിയറീസ്, റൈറ്റ്? സോ ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു 3 സ്റ്റെപ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, റൈറ്റ്, ആക്ച്വലി ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, the theory system of digital manufacturing science is constructed based on its research object. Research object എന്ന് പറയുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റവും കണ്ടന്റ് എന്ന് പറയുന്നത് ബേസിക് തിയറി ആൻഡ് കീ ടെക്നോളജിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ദ ആക്ച്വൽ ഡിമാൻഡ് ഓഫ് ഓപ്പറേഷൻ ഇൻ DM സിസ്റ്റം ഇസ് അനലൈസ്ഡ് അല്ലെ. അങ്ങനെ അനലൈസ് ചെയ്ത് ആക്ച്വൽ ഡിമാൻഡ് DM സിസ്റ്റത്തിന്റെ ആക്ച്വൽ ഡിമാൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിന് ഓപ്പറേഷൻ റെഫറൻസ് മോഡലും ആർക്കിടെക്ചർ മോഡലും പ്രൊപ്പോസ് ചെയ്യുന്നു. അതായത് ഇന്നേ ഓപ്പറേഷൻ ഇന്നേ കാര്യങ്ങളാണ് യൂസ് ചെയ്തത്, ഇന്നേ തിയറി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗോ ടു ദ മോഡലിംഗ് തിയറി അല്ലെ. എന്താണ് ഒരു മോഡലിംഗ് തിയറി എന്നാണ് പറയുന്നത്? സോ ദർ ആർ ഡിഫറെന്റ് തിയറീസ് ഓഫ് മോഡലിംഗ്. ഓക്കെ, മോഡലിംഗ് തിയറീസ് ഡിഫറൻസ് ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സയൻസ്, അതിൽ വരുന്നതാണ് ഓപ്പറേഷൻ റെഫറൻസ് മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം ആൻഡ് ആർക്കിടെക്ചറൽ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം. ഓക്കെ, എന്താണെന്ന് അറിയാണ്ട് പഠിക്കണ്ടല്ലോ. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, അപ്പം
ഈ ഇത്രയും 6th മോഡിൽ ഇത്രയും പഠിച്ചത് എവിടെ നിന്ന് തൊട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെറുതെ കുറെ തിയറി അല്ല പഠിക്കുന്നത്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന എന്താണ് എന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിന്റെ കോൺസെപ്റ്റ് അല്ലെ, പല സെന്റേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ, അതായത് യൂസിങ് ഡിസൈൻ എ സെന്റർ, മാനുഫാക്ചറിങ് എ സെന്റർ അല്ലെ, കൺട്രോൾ എ സെന്റർ ആൻഡ് ഡിസൈന്, കൺട്രോള്, മാനുഫാക്ചറിങ് ആൻഡ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റ് സെന്റർ. അങ്ങനെ 4 സെന്റേഴ്സുമായിട്ടുള്ള കോൺസെപ്റ്റ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് കോൺസെപ്റ്റ് പഠിച്ചു. ദെൻ വി സെഡ് ദാറ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയാ, ഒരു റിസർച്ച് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതായത് അതിന്റെ ടോട്ടൽ സംഭവം എന്ന് പറയുന്നത്, ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് ആണ് അല്ലെ. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് അല്ലെ, അതൊരു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് ഇറ്റ്സ് മെയിൻ റിസർച്ച് മെത്തേഡ് അല്ലെ, ഇറ്റ്സ് ഇൻഫോർമാറ്റിക്സ്. അപ്പം എന്താണ് ചെയ്യുന്നത്? റിസർച്ച് ടാർഗറ്റ് ഈസ് ബീങ് ഓപ്പറേഷൻ ഓഫ് ദ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. So the research objective is digital manufacturing system and content is theory and key technologies. So ഇതിന്റെ 3 സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ, ദ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഡിമാൻഡ് ഓഫ് ദ ഓപ്പറേഷൻ അല്ലെ. ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന്റെ ആക്ച്വൽ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നു. ഓപ്പറേഷൻ റെഫറൻസ് മോഡും ആർക്കിടെക്ചർ മോഡും നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു. ദെൻ വി ഗോ ടു ദ സെക്കൻഡ് വൺ, മോഡലിംഗ് തിയറി. Okay, modeling theory and method of digital manufacturing science is analyzed. So അവിടെയാണ് നമ്മൾ വരുന്നത്. എന്താണ് മോഡലിംഗ് തിയറി എന്നാണ് പറയുന്നത്. സോ മോഡലിംഗ് തിയറി ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് seeks to establish modeling idea of digital manufacturing system and to set up a suite of modeling methods. Okay, ഒരു മോഡലിംഗ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന് കറക്റ്റായി സ്യൂട്ട് ചെയ്യുന്ന ഒരു മോഡലിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു മോഡലിംഗ് ഐഡിയ ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ മോഡലിംഗ് തിയറി ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞത്. ഓക്കെ, സോ ദ മോഡലിംഗ് ഐഡിയ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എക്സ്പ്രസസ് ദ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം അബ്സ്ട്രാക്ട്ലി. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഡിജിറ്റൽ മോഡലിംഗ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഈസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മോഡലിംഗ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡലിംഗ് ഐഡിയ എന്ന് പറയുന്നതിൻ്റെ സ്പെസിഫിക് ടാർഗറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടു സപ്പോർട്ട് ദ അനലൈസ് ആൻഡ് സിന്തസിസ് ഓഫ് ദ സിസ്റ്റം ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്രസിങ് ദ സിസ്റ്റം ബെറ്റർ അല്ലേ. അതായത് നമുക്ക് സിസ്റ്റത്തിന് pretty much good understanding and expressing it in a very well manner അല്ലെ. അനാലിസിസിനും സിന്തസിസിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ എക്സ്പ്രസ് ചെയ്യുന്നത് ടു മേക്ക് ഇറ്റ് ബെറ്റർ അല്ലെ. അതാണ് നമ്മളെ സ്പെസിഫിക് ടാർഗറ്റ്, വൺ ഓഫ് ദ സ്പെസിഫിക് ടാർഗറ്റ്. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ടു സപ്പോർട്ട് ദ ഡിസൈൻ ഓഫ് ന്യൂ സിസ്റ്റംസ്. പുതിയ സിസ്റ്റംസിന്റെ ഡിസൈൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ റീകൺസ്ട്രക്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. The third one is to support the monitoring and control of the system operation. Monitoring and control. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ the modeling model, okay, is an idealized abstract എന്നാണ് പറയുക. ഓക്കെ, ഒരു ഐഡിയലൈസ്ഡ് അബ്സ്ട്രാക്ട് ആണ് മോഡൽ എന്ന് പറയുന്നത്. മോഡൽ ഈസ് എൻ ഐഡിയലൈസ്ഡ് അബ്സ്ട്രാക്ട്. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിന്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഐഡിയലൈസ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട്. ഓക്കെ, അതായത് അതിന്റെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെ, ഒരു സിസ്റ്റത്തിലുള്ള മെയിൻ കോമ്പോണൻസ് എന്തൊക്കെ, അതിന്റെ റിലേഷൻഷിപ്സ് എന്തൊക്കെ, അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് മോഡലിംഗ് തിയറി ഈസ് സംതിങ് which establishes a modeling idea, okay, total modeling idea of digital manufacturing system. അപ്പം നമുക്ക് കുറേ മോഡലിംഗ് ഐഡിയാസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡാറ്റ അക്വസിഷൻ ഉണ്ടാവും അല്ലെ. ദെൻ യു ഹാവ്, ഇത് നമുക്കൊരു ഡാറ്റ പ്രോസസ് ചെയ്യണം.
ട്രാൻസ്മിറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അങ്ങനെ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടിങ് ഡിസിഷൻ സപ്പോർട്ട്സ് ഉണ്ടാവണം, റൈറ്റ്? അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവണം, റൈറ്റ്? ദ ടോട്ടൽ ലൈഫ് സൈക്കിൾ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ, അല്ലേ? റൈറ്റ്. സോ ഒരു പർട്ടിക്കുലർ ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സീരീസ് ഓഫ് മോഡൽസ്, സീരീസ് ഓഫ് സ്റ്റേജസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ മോഡൽ, റിസോഴ്സ് മോഡൽ, ഇൻഫർമേഷൻ മോഡൽ, അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡൽസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബൈ ഫോം, ബൈ ഇറ്റ്സ് മോഡലിംഗ് മെത്തേഡ് ആൻഡ് ബൈ ഇറ്റ്സ് ഫങ്ഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ബൈ ഫോം മീൻസ് ഗ്ലോബൽ സ്ട്രക്ചർ മോഡൽ, ലോക്കൽ സ്ട്രക്ചർ മോഡൽ, പ്രൊഡക്റ്റ് സ്ട്രക്ചർ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുണ്ട്. മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ മോഡൽ, ഗ്രാഫിക്കൽ കോൺസെപ്റ്റൽ മോഡൽ, ഹൈബ്രിഡ്. ഇതിലോട്ട് നമ്മൾ വരും. ഓക്കെ, ഡിഫറെൻറ്റ് മോഡൽസ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾസ് ആയിട്ട് ഇപ്പം ഒരു ഗ്രാഫിക് കോൺസെപ്റ്റൽ മോഡൽ, അതായത് ഈ IDEF എന്ന് പറയുന്നത് ഒരു മോഡലിംഗ് തിയറിയാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് IDEF ഈസ് എ മോഡലിംഗ് തിയറി. ഓക്കെ, ഒരു മോഡലിംഗ് തിയറിയാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ മോഡലിംഗ് മെത്തേഡാണ്. ഓക്കെ, മോഡലിംഗ് തിയറിയാണ്, ഒരു മോഡലിംഗ് മെത്തേഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, IDEF ഈസ് എ മോഡലിംഗ് ടെക്നിക്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ മോഡലിംഗ് ടെക്നിക്ക് ഒരു ഗ്രാഫിക് കോൺസെപ്ച്വൽ മോഡലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഓക്കെ, there are different model, DM models. Okay, it is classified in different ways. ആ ഡിഫറെന്റ് വേസ് ആണ് നിങ്ങൾ കാണുന്നത്. ബൈ ഇറ്റ്സ് ഫോം, ബൈ മോഡലിംഗ് മെത്തേഡ്, ഡിഫറെന്റ് മോഡലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്, ബൈ ഫങ്ഷൻ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഡിഫറെന്റ് രീതികളിൽ നമുക്ക് ഡിഫറെന്റ് മോഡലിംഗ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെന്റ് മോഡലിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. IDEF ഇസ് എ മോഡൽ, ഒരു ടെക്നിക്കാണ്. IDEF, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ എന്നാണ് അതിന്റെ പേര്. IDEF, ഇന്റഗ്രേഷൻ, I stands for integration and ഡെഫിനിഷന്റെ DEF. ഓക്കെ, ഡെഫിനിഷൻ IDEF എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു മോഡലിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ മോഡലിംഗ് ടെക്നിക്കാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. IDEF അല്ലെങ്കിൽ പെട്രിനെറ്റ് മോഡൽ, അതൊരു വേറൊരു മോഡലിംഗ് ടെക്നിക്കാണ്. ഓക്കെ, there are different modeling methods or modeling techniques which has been used. Okay, അപ്പം അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ബൈ മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, ബൈ യൂസിങ് ഡിഫറെൻറ്റ് മോഡലിംഗ് മെത്തേഡ് ലൈക്ക് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്, ഗ്രാഫിക്കൽ കോൺസെപ്റ്റ്വൽ ആയിട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്, ഹൈബ്രിഡ് ഡയഗ്രാം അനാലിസിസ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബൈ ഫോം, ഗ്ലോബൽ സ്ട്രക്ചർ, ലോക്കൽ സ്ട്രക്ചർ, പ്രൊഡക്റ്റ് സ്ട്രക്ചർ. ഓക്കെ, കറക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ആയിട്ടുള്ള സ്ട്രക്ചർ, ചെറിയ ചെറിയ ലോക്കൽ സ്ട്രക്ചർ മോഡൽ, പ്രൊഡക്ട്സ് ഒക്കെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ മോഡൽ, ഷെഡ്യൂളിംഗ്, ടോട്ടൽ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് മോഡൽ, അങ്ങനെ. അതുപോലെ ഫങ്ഷന്റെ ബേസിസിൽ സ്ട്രക്ചർ ഡിസ്ക്രിപ്ഷൻ മോഡൽ, സിസ്റ്റം അനാലിസിസ് മോഡൽ, സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ മോഡൽ, സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് മോഡൽ. അപ്പം ഇത്രയും ഡിഫറെന്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ സർ. ഇനി ഇത് നമ്മളിപ്പോ ഈ പഠിക്കാൻ പോകുന്നത്, ഓക്കെ, അത് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഇത് സ്ഥിരമായിട്ടൊരു ഒരു ഏകദേശം എല്ലാ ഇതിലും കാണുന്ന ഒരു സംഭവമാണ്. ദ ഒബ്ജക്ട്സ് നീഡ് ടു ബി ഡിസ്ക്രൈബ്ഡ് ബൈ മോഡൽ എൻഡ്. അതായത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, ഓക്കെ, ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഒബ്ജക്ട്സ് നീഡ് ടു ബി ഡിസ്ക്രൈബ്ഡ് ബൈ മോഡൽ. ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ആ മോഡലിൽ കുറെ ഒബ്ജക്ട്സ് ഉണ്ടാവും അല്ലെ? ആ ഒബ്ജക്ട്സുകൾ, എന്തൊക്കെ ഒബ്ജക്ട്സുകളാണ് ഒരു മോഡൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിന്റെ മോഡൽ എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ ഒബ്ജക്ട്സുകൾ വരും, അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ 6 actually. Okay, 1 2 3 4 5 6
6 or 7 സോ അങ്ങനെ ആ പ്രൊഡക്റ്റ് അതായത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഒരു മോഡൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശം മനസ്സിലായില്ലേ? സോ ദ ഒബ്ജക്ട്സ് ദാറ്റ് നീഡ് ടു ബി ഡിസ്ക്രൈബ്ഡ് ഓക്കെ ബൈ മോഡൽ ഇൻ DM-ല് മോഡലിംഗ് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് തിയറീസ് ഉണ്ട്, മോഡലിംഗ് മെത്തേഡ്സ് ഉണ്ട്. സോ വട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് സം ഒബ്ജക്ട്സ്. സോ വാട്ട് ആർ ദ ഒബ്ജക്ട്സ്? ഫസ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ ലൈഫ് സൈക്കിൾ. ഓക്കെ, ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രോഡക്റ്റ് needs a variety of product and process models to be described. Okay, so a variety of product and process models are to be described. Okay, a variety of product and process model are to be described. Okay, in the life cycle of the product, right? Correct അല്ലേ? രണ്ടാമത്തത് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇൻ DM സിസ്റ്റം റിസോഴ്സസ് എന്തൊക്കെയാണ്? റിസോഴ്സസ് സച്ച് ആസ് മാനുഫാക്ചറിങ് എക്യുപ്മെന്റ്സ്, ഫണ്ട്സ്, വേരിയസ് മെറ്റീരിയൽസ്, കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഈ കാര്യങ്ങളൊക്കെ കറസ്പോണ്ടിങ് മോഡൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, so various resources in digital manufacturing system need the corresponding model to be described. Okay, product describe ചെയ്യണം, resources describe ചെയ്യണം, right? Now information അല്ലെ? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് acquisition of informations, process usage അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ? അതായത് റിയലൈസേഷൻ. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അപ്രോച്ച് ഫോർ ആക്ച്വലൈസിങ് ദ ഒപ്റ്റിമൽ ഡിസിഷൻ മേക്കിംഗ് ഫോർ മോഡലിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്. സോ ദിസ് ഇസ് റിക്വയർഡ് ഫോർ റിയലൈസിങ് ദ ഒപ്റ്റിമൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു മോഡലിംഗ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സില്ലേ, നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ടാവില്ലേ, അത് കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യണം. അതായത് റിക്വയർഡ് ഫോർ, അതായത് ഓർഗനൈസേഷനും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഏത് മോഡലാണോ ആ മോഡലിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ പ്രോസസ് കറക്റ്റായിട്ടുള്ള ഷെഡ്യൂൾഡ് പ്രോസസ്സ് റിയലൈസ് ചെയ്യാൻ വേണ്ടി, ഒരു മാനുഫാക്ചറിങ്ങിലെ ഷെഡ്യൂൾഡ് പ്രോസസ്സ് റിയലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ പ്രിമൈസ് ദാറ്റ് മോഡലിംഗ് പ്രൊഡക്ഷൻ പ്രോസസ് വിൽ റിയലൈസ്. ഓക്കെ, മോഡലിംഗ് പ്രൊഡക്ഷൻ പ്രോസസ് വിൽ റിയലൈസ് ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? ഷെഡ്യൂളിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് എൻവയോൺമെന്റ് മോഡലിംഗ്. ഓക്കെ, സോ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ഒബ്ജക്ട്സ് മെൻഷൻഡ് എബോവ്, നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്, ഓർഗനൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ, ആർ മോഡൽഡ് വെൻ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം യൂസിങ് നെറ്റ്വർക്ക് എൻവയോൺമെന്റ്. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ നെറ്റ്വർക്ക് എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിലാണ്. സോ ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഒരു മോഡൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഓക്കെ, ഓക്കെ സർ. So in digital modeling, every object and every process of the entire life cycle, okay, is expressed. Okay, correct ആയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് മെത്തേഡിലൂടെ ഓക്കെ എല്ലാ ഒബ്ജക്റ്റിനെയും ഒരു പ്രോസസ്, ഒരു എൻ്റയർ ലൈഫ് സൈക്കിൾ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യും. Okay, it analyzes, optimizes everything they do. Okay, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് മോഡലിംഗ് ടെക്നിക്സും മോഡലിംഗ് മെത്തേഡ്സിനെ പറ്റിയും പറയാം. ഓക്കെ, വിൽ ഡു ഇറ്റ്.
ഇത്രയുമാണ് നമ്മളെ മോഡലിംഗ് തിയറീസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, മോഡലിംഗ് തിയറി എന്താണ്? മോഡലിംഗ് തിയറി എന്ന് മനസ്സിലായോ? എന്തിനാണ് ഒരു മോഡൽ? എന്താണ് ഒരു മോഡൽ എന്ന് മനസ്സിലായില്ലേ? മോഡൽ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? മോഡലിംഗ് തിയറി എന്തുകൊണ്ടാണ് മോഡലിംഗ് ചെയ്യുന്നത്? മോഡലിംഗ് ഐഡിയ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ അല്ലേ? റൈറ്റ്. ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡലിംഗ് ടെക്നിക്സിനെ പറ്റി പറയാം. ഓക്കെ ഓക്കെ സാർ.